വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് പാണ്ട ബെയറിനെയാണ്. അപ്പോൾ ഇതിന് മുമ്പും നമ്മളൊരു പാണ്ട ബെയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാണ്ടക്കുട്ടനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് ബേസായിട്ട്. അലുമിനിയം ഫോയിൽ ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ക്ലേ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അലുമിനിയം ഫോയിൽ 2 പീസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു വലിയ ബോൾ, ഒരു ചെറിയ ബോൾ, ഒരു ഓവൽ ഷേപ്പിലാണ് വലിയ ബോൾ നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പോർസലെയിൻ ക്ലേ ആണ്. എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കളർ മിക്സ് ചെയ്യാൻ പറ്റാത്ത ക്ലേ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ വൈറ്റ് ക്ലേ എല്ലാം ഞാനിവിടെ കളർ മിക്സ് ചെയ്തിട്ടുള്ള പോർസലെയിനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വൈറ്റ് കളർ ഇതുപോലെ വയറിൻ്റെ ഭാഗത്തെല്ലാം അപ്ലൈ ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കാലുകൾ വെച്ച് കൊടുക്കുകയാണ്. നമുക്കറിയാം പാണ്ടയുടെ കാലുകൾ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ക്ലേയുടെ കൂടെ ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2 കാലുകളും ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 കാലും ഒരേ വലിപ്പമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 ക്ലേ കുറച്ച് എടുത്തിട്ട് ബോൾ ചെയ്തിട്ട് ഒരേ വലിപ്പത്തിലുള്ള 2 ബോൾസ് ആക്കി വെച്ചതിന് ശേഷം ഷേപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ 2 കൈകളും റെഡിയാക്കി വയ്ക്കുക. വളരെ സിമ്പിളാണ്. കാലും കൈയും ഒക്കെ ചെയ്യാൻ ഒന്നും ഒരു സ്കൾപ്റ്റിങ്ങും അറിയാത്ത ആൾക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫേസിൻ്റെ അവിടെ മാത്രമാണ് ഞാൻ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ച് ടഫായിട്ട് തോന്നുകയാണ്, പാണ്ട ബെയറിനെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുക. അത് കുറച്ചും കൂടെ ഈസിയാണ്. ഫേസൊക്കെ ഈസി മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഫേസ് വെച്ച് കൊടുക്കുക. കാരണം ഫേസ് ഉണ്ടാക്കിയതിന് ശേഷം കൈകൾ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് കൈകളുടെ ആ ഒരു ഷേപ്പ് എങ്ങനെ വെക്കണം, എങ്ങനെ വെച്ചാൽ ക്യൂട്ടായിട്ടുണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പാണ്ടയുടെ ഹെഡിൻ്റെ വലിപ്പം ബോഡിയുടെ വലിപ്പമായിട്ട് നോക്കിയിട്ട് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പം ഞാനിവിടെ ഒരു കുറച്ചും കൂടെ ഒരു ക്യൂട്ട് വേർഷനാണ് ചെയ്യുന്നത്, ഒരു കാർട്ടൂണിഷ് വേർഷനാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹെഡ് ഒരു പൊടിക്ക് ഇത്തിരി വലിപ്പം കൂട്ടിയാണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യൂട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ആനിമലിനെയും ചെയ്യുമ്പം കുറച്ചും കൂടെ ഹെഡ് കുറച്ച് ഒരു പൊടിക്ക് വലിപ്പത്തിൽ ചെയ്താൽ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ എനിക്ക് ഏകദേശം പാണ്ടയുടെ ഹെഡിൻ്റെ ഒരു വലിപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത കുറച്ചായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ക്ലേ ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. എൻ്റെ ക്ലേ കുറച്ചൊരു ഹാർഡായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയ ക്ലേ ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ് കൈ കൊണ്ടും ടൂൾ കൊണ്ടും ഒക്കെ. എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു ചീക്കിൻ്റെ ഏരിയാസൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കാർട്ടൂണിഷ് വേർഷനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഫേസൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്യൂട്ടായിട്ടും ചൈൽഡിഷായിട്ടും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ചീക്ക് ഏരിയാസൊക്കെ ഒന്ന് നല്ല പഫി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പഫി ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ, ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിഗറിൻ നല്ല ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഇരിക്കും. അപ്പം ഭയങ്കര രസമായിരിക്കും കാണാൻ. ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു പാണ്ട ഭയങ്കര ക്യൂട്ടായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പൊതുവേ കാർട്ടൂൺ ഫേസുകളുടെ ആ ഒരു രീതിയാണ് പറയുന്നത്. കാരണം നമ്മൾ കിഡ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അവർ കാർട്ടൂൺ ഫിഗറീൻസൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ടെക്നിക്സാണ്. അപ്പോൾ അതന്നെ ഫിഗറീൻസിലും നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ പാണ്ടക്കുട്ടൻ്റെ മൂക്ക്, വായ് ഇത്യാദി സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ക്ലേ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പീസ് നമുക്ക് വായിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് ഷേപ്പാക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഫേസ് ചെയ്യാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് പാണ്ട ബെയറിൻ്റെ മേക്കിംഗ് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കേട്ടോ, അതിങ്ങനെ എടുത്ത് പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം എന്നില്ലല്ലോ. ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്.
ആൻഡ് നമ്മൾ നിർബന്ധിച്ചിട്ട് ആൾക്കാരെ വീഡിയോ കാണിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും ആ ഒരു മെത്തേഡ് കണ്ടാൽ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത ക്ലേ എല്ലാം ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാണ്ടക്കുട്ടൻ്റെ കണ്ണിൻ്റെ 2 കണ്ണിൻ്റെയും ചുറ്റുമായിട്ട് ബ്ലാക്ക് കളറിലുള്ള സ്കിന്നാണ് ഉണ്ടാവുക എന്നറിയാലോ. അപ്പോൾ അത് വെച്ച് കൊടുക്കാം. അത് വയ്ക്കുമ്പം നമുക്കിതുപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്താണ് കണ്ണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുഴിച്ച് വയ്ക്കുക. ഇല്ലെങ്കിൽ അത് അവിടെ നമ്മൾ 2 കുഴി നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മുടെ ബ്രഷിൻ്റെയോ അല്ലെങ്കിൽ ടൂൾസിൻ്റെയൊക്കെ അടിഭാഗം കൊണ്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 2 ചെവി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കുഞ്ഞു മൂക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫേസിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൗത്തിൻ്റെ അവിടെ കുറച്ച് പിങ്ക് കളറേഷനും കൊടുക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കൈ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൈ ഒന്ന് അതിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് തലയും കൂടെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കഴുത്തിന് ചുറ്റുമൊക്കെ കുറച്ച് ബ്ലാക്ക് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഹെഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പി ഉപയോഗിച്ചിട്ടാണ് ഹെഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൂടെ കൊടുക്കാം. കാൽപാദത്തിൻ്റെ അടിയിൽ കുറച്ച് പിങ്ക് കളറ് കൊടുക്കാം. അത് പിങ്ക് കളർ ക്ലേ വെച്ചിട്ട് ഇതുപോലെ വിരലുകളുടെ താഴെ വരുന്ന രീതിയിൽ പോസ് പോലെയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വായിക്കാത്തൊരു പിങ്ക് കളറേഷൻ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിങ്ക് കളർ ക്ലേ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്ലേ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അകത്തേക്ക്. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കണ്ണിൻ്റെ ഭാഗമാണ്. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാം. അതിന് ശേഷം കുറച്ച് 2-3 നഖമൊക്കെ വെച്ച് കൊടുക്കാം കയ്യിൽ. അത് വേണമെന്നില്ല, പക്ഷെ സാധാരണ പാണ്ഡെ നമ്മൾ കാണുമ്പോഴൊക്കെ അതിന് ചെറിയ നഖമൊക്കെ വിസിബിളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊന്ന് കൊടുത്തു എന്നേ ഉള്ളത്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് കണ്ണിന് കളർ കൊടുക്കാം. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ കൊടുത്തത് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം വരച്ചു കൊടുത്താൽ മതി. ആകെ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടാണ് ഐറിസിന് കളർ കൊടുത്തത്. അതിന് ശേഷം അതിൻ്റെ ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ സാധാരണ കണ്ണ് പെയിൻറ്റ് ചെയ്യില്ലേ അതുപോലെ തന്നെ കൊടുക്കാം. കൃഷ്ണമണിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഹൈലൈറ്റിംഗ് പോലെ വൈറ്റ് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണവിടെ റെഡിയാവും. ഇനി നമുക്ക് കുറച്ച് ബ്ലഷിന് വേണ്ടിയിട്ട് കുറച്ച് പിങ്ക് കളറിൽ പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് കണ്ണിൻ്റെ താഴേക്കൊന്ന് കൊടുക്കാം. ഇപ്പോൾ ചീക്കേരിയൊക്കെ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാണ്ടക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ ക്യൂട്ട് പാണ്ടക്കുട്ടനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു ഫിഗറിൻ മേക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ ക്രിയേറ്റീവ് വീഡിയോസ്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!